നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് എക്സ്പോസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്ന മിക്ക ഫോണുകളും ഡ്യുവൽ ടോൺ LED ഫ്ലാഷോട് കൂടിയാണ് വരുന്നത്. അതായത് ഒരു യെല്ലോ LED-യും ഒപ്പം തന്നെ ഒരു വൈറ്റ് LED-യും ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലാഷാണ് എല്ലാ ഫോണിലും കാണുന്നത്. നല്ല മികച്ച ക്വാളിറ്റിയിലുള്ള സ്കിൻ ടോൺ കറക്റ്റായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇത് ഉൾപ്പെടുത്തുന്നത്. എന്നാൽ ചില ഫോണുകളിൽ, പ്രത്യേകിച്ച് റെഡ്മി പോലുള്ള ഫോണുകളിൽ ഈ ഡ്യുവൽ ടോൺ LED ഫ്ലാഷ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഡ്യുവൽ ടോൺ LED ഫ്ലാഷ് ഉള്ള ഫോണുകളിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ആ ഫോട്ടോസിന് യെല്ലോയിഷ് കളർ കൂടുതലായി കാണപ്പെടും. അത് സ്പെഷ്യലി കാണുന്നത് റെഡ്മിയുടെ പഴയ സീരീസിലാണ്. ഇപ്പോൾ ഈ ഫോണിൽ നോക്കിയാൽ കുറച്ച് ഡാർക്ക് യെല്ലോ കളർ നിങ്ങൾക്ക് കാണാം. എന്നാൽ അത് ഒഴിവാക്കാൻ വേണ്ടി ഉള്ളൊരു ചെറിയ ട്രിക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ സാധാരണ എല്ലാവരും ആദ്യം വിചാരിക്കുന്നത് അതിലെ ആ യെല്ലോ LED ഓഫ് ചെയ്താൽ പോരെ എന്നാണ്. അതിനുള്ള ചെറിയൊരു മാർഗ്ഗം ഈ ഫോണിൽ തന്നെയുണ്ട്. നമ്മുടെ ഫോണിലെ കേർണൽ വേർഷനിൽ കുറച്ച് തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ വരും. അതിൽ താഴേക്ക് വന്നാൽ LED എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ 2 LED ബട്ടൺ കാണാം. ആ 2 LED ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് 2 LEDസും ഫ്ലാഷ് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ നോക്കിയാൽ ഇവിടെ വൈറ്റ് LED മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നോക്കിയാൽ ആ യെല്ലോ LED മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ ഒന്നുകൂടി ക്ലിയറായി കാണിച്ചു തരാം. ഇപ്പോൾ വൈറ്റ് LED, ഇപ്പോൾ യെല്ലോ LED. ഇവിടെ നോക്കിയാൽ ആ വ്യത്യാസം കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്കിത് പെർമനൻ്റായി ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു ഡെവലപ്പർ അല്ലെങ്കിൽ ഈ ഒരു മോഡിൽ എത്തിയാൽ മാത്രമേ അത് കാണാൻ സാധിക്കൂ. നമ്മൾ ക്യാമറ എടുക്കുമ്പോഴൊക്കെ വീണ്ടും 2 LED ഒരുമിച്ച് വർക്ക് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോണിൽ ഫ്ലാഷ് ഓഫ് ആക്കി വെച്ച് ഒരു ഫോട്ടോ എടുക്കുന്നു. ഇനി ഫ്ലാഷ് ഓൺ ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ഇവിടെ നോക്കിയാൽ വ്യത്യാസം കാണാം. ഫ്ലാഷ് ഇട്ടെടുത്ത ഫോട്ടോ കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട്. എന്നാൽ ഫ്ലാഷ് ഇടാതെ എടുത്ത ഫോട്ടോസ് കുഴപ്പമില്ലാത്ത തരത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ലോ ലൈറ്റ് കണ്ടീഷനിൽ ഫ്ലാഷ് ഉപയോഗിക്കാതെ മറ്റു നിർവാഹമില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഈ യെല്ലോയിഷ് കളർ കുറയ്ക്കുവാനുള്ള ഒരു ട്രിക്ക് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫ്ലാഷ് ഇട്ട് ഞാനൊരു ഫോട്ടോ എടുത്തു. അതിനുശേഷം ചെയ്യേണ്ടത് ഫ്ലാഷ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഫോണിലെ ടോർച്ച് ആപ്ലിക്കേഷൻ, ഏതാ ടോർച്ച് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ടോർച്ച് ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഇൻബിൽഡ് ടോർച്ച് ഉണ്ടെങ്കിൽ ആ ടോർച്ച് ഓൺ ചെയ്യാം. ഇനി ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഇനി നമുക്ക് ആ ഫോട്ടോയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. ഈ ഫോട്ടോ ടോർച്ച് മോഡിൽ എടുത്ത ഫോട്ടോയാണ്. ഇത് ക്യാമറയ്ക്കുള്ളിൽ തന്നെ ഫ്ലാഷ് മോഡ് ഓൺ ചെയ്തെടുത്ത ഫോട്ടോയാണ്. നോക്കിയാൽ വ്യത്യാസം ക്ലിയർ ആയി കാണാൻ സാധിക്കും. ഈ ഫോട്ടോയിൽ ഈ വാച്ചിന് ചുറ്റുമായിട്ട് കുറച്ച് ഡാർക്ക് നിറത്തിൽ യെല്ലോയിഷ് കളർ ഉണ്ട്. എന്നാൽ ടോർച്ച് ഓണാക്കിയതിന് ശേഷം എടുത്ത ഫോട്ടോസിന് ഫ്ലാഷ് ഇട്ടെടുക്കുന്ന ഫോട്ടോയിലുള്ളതിനെക്കാട്ടിലും യെല്ലോയിഷ് കളർ കുറവാണ്. ഈ പ്രശ്നം മെയിനായിട്ട് കണ്ടുവരുന്നത് റെഡ്മി ഫോൺസിലാണ്. റെഡ്മിയുടെ റെഡ്മി നോട്ട് 3, റെഡ്മി നോട്ട് 4 ആ ഒരു സീരീസിൽപ്പെട്ട ഫോണിനാണ് മെയിനായിട്ടും ഈ പ്രശ്നം കണ്ടുവരുന്നത്. ഇപ്പോൾ പുതിയ ഇറങ്ങുന്ന ഫോൺസിനൊക്കെ ക്യാമറ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡുവൽ ടോൺ LED ഫ്ലാഷ് കൊണ്ടുണ്ടാകുന്ന ഈ യെല്ലോയിഷ് കളർ, ആ ഒരു പ്രശ്നം നമുക്ക് കുറച്ചെങ്കിലും കുറയ്ക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ട്രിക്ക് ഉപകാരപ്രദമായെങ്കിൽ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോസും ടിപ്സും ഗാഡ്ജറ്റ് റിവ്യൂസും ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക.